പാർട്ടി പറഞ്ഞാൽ നിലമ്പൂരിൽ മത്സരിക്കാൻ തയ്യാറെന്ന CPIM-ന്റെ സാധ്യതാ പട്ടികയിലുള്ള തോമസ് മാത്യു 1996-ലും 2011-ലും നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച തോമസ് മാത്യു ആര്യാടൻ മുഹമ്മദിനോട് കുറഞ്ഞ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. LDF-ന് ഇത്തവണയും വിജയം ആവർത്തിക്കാൻ കഴിയുമെന്നും തോമസ് മാത്യു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തീർച്ചയായും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ മത്സരിക്കും. പക്ഷേ 2 പ്രാവശ്യം ഈ മണ്ഡലത്തിൽ മത്സരിച്ച് ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട ആളെന്ന നിലയിൽ അതിനൊരു പരാജയമായി ഞാൻ കാണുന്നില്ല. ആ പരാജയത്തിൽ ഞാൻ പഠിച്ച ചില പാഠങ്ങളുണ്ട്, എവിടെ പാളിച്ചകൾ പറ്റി. അതുകൊണ്ട് തന്നെ ആ പാഠത്തിൽ നിന്ന് പഠിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ, ഈ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എങ്ങനെയാണ് എന്ന് നല്ല ഒരു ആശയസംവാദം നടത്തി, ആശയവിനിമയം നടത്തി ഇലക്ഷനെ നേരിടാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ മണ്ഡലം നിലനിർത്താൻ കഴിയുന്ന മണ്ഡലമാണ് LDF. യാതൊരു സംശയവുമില്ല. അതിന് പറ്റിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തി നിർത്തി ആ മണ്ഡലത്തിൻ്റെ വിജയം നിലനിർത്തും എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. CPM-ന് അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലും അത് പ്രഖ്യാപിക്കുന്നതിലും ഒക്കെ അതിൻ്റേതായ അടുക്കും ചിട്ടയുണ്ട്. അത് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും പാർട്ടി അത് കൃത്യസമയത്ത് ഉത്തരവാദിത്വപൂർവ്വം അത് ചെയ്ത് പറ്റിയ കാൻഡിഡേറ്റിനെ കണ്ടെത്തും. അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല, ആരായാലും. അതാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, തോമസ് മാത്യു വലിയ ആത്മവിശ്വാസത്തിലാണ്, പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിലെ CPM-ന്റെ സാധ്യതാ പട്ടികയിൽ ആരൊക്കെയാണ്? സത്യലക്ഷ്മി, CPIM പരിഗണിക്കുന്ന പേരുകളിൽ ഒരാൾ തോമസ് മാത്യു കൂടിയാണ്. തോമസ് മാത്യു 96-ലും അതോടൊപ്പം തന്നെ 2011-ലും ഇവിടെ LDF സ്വതന്ത്രനായി മത്സരിച്ച ഒരാളാണ്. ആ സമയത്ത് 96-ൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 96-ൽ ശക്തമായ മത്സരം നടത്തുകയും അന്ന് ആര്യാടൻ ഏറ്റവും ശക്തനായി നിലമ്പൂരിൽ നിൽക്കുന്ന ഒരു സമയത്താണ്. അന്ന് ശക്തമായ മത്സരം നടത്തുകയും വളരെ കുറഞ്ഞ വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. 6693 വോട്ടുകൾക്ക് മാത്രമാണ് അന്ന് തോമസ് മാത്യു പരാജയപ്പെട്ടത്. അത് ശക്തമായ ഒരു പിന്തുണ അദ്ദേഹത്തിന് മണ്ഡലത്തിൽ ഉണ്ടായി എന്നുള്ളത് തെളിയിക്കുന്നതായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം 2011-ലാണ് വീണ്ടും LDF സ്വതന്ത്രനായി മത്സരിക്കുന്നത്. അന്ന് 5598 വോട്ടുകൾക്കാണ് തോമസ് മാത്യു ആര്യാടനോട് തോൽക്കുന്നത്. അപ്പോൾ ഈ 2 തെരഞ്ഞെടുപ്പുകളിലും ഇവിടെ ഇത്രയേറെ ശക്തമായ LDF-ന് വേണ്ടി ശക്തമായ ഒരു മത്സരം നടത്തിയ ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് ഇനി പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളിലൂടെ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇവിടെ ഈ LDF-ന് ജയിക്കാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. ഇപ്പോൾ PV അൻവർ മാറുന്ന സാഹചര്യം എല്ലാം ഉണ്ട്. പക്ഷേ PV അൻവർ മാറിയാൽ പോലും അവിടെ LDF-ന് ജയിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ 2011-ലെ തെരഞ്ഞെടുപ്പിൽ ഇത്രയും ശക്തമായ മത്സരം നടത്തിയിട്ടും 2016-ലേക്ക് അന്ന് പാർട്ടി നേതൃത്വം ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നത് 2011 മുതൽ 16 വരെയുള്ള കാലയളവിൽ നിലമ്പൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന് തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹം അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ രാഷ്ട്രീയ സാഹചര്യം മാറിയതുകൊണ്ട് മാത്രമാണ് 2016-ൽ PV അൻവർ ഇവിടെ LDF-ന്റെ സ്വതന്ത്രനായി വരികയും പിന്നീട് ജയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും തോമസ് മാത്യു തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ മണ്ഡലം കമ്മിറ്റി എല്ലാം തന്നെ ചേരാനിരിക്കുന്നു. അദ്ദേഹം പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. തോമസ് മാത്യു വന്നു കഴിഞ്ഞാൽ LDF-ഉം കണക്കാക്കുന്നത് ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഉൾപ്പെടെയുള്ള ഒരു വലിയ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ട്, അത് ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. പിന്നീട് പൊതു സ്വീകാര്യനാണ്. അദ്ദേഹം ഇവിടെ കോളേജ് പ്രിൻസിപ്പളായിരുന്നു. അങ്ങനെ സജീവമായി മണ്ഡലത്തിൽ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. ആ ഒരു നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പേര് കൂടി LDF-ന്റെ CPM-ന്റെ പരിഗണനയിലുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ഓക്കെ പ്രസാദ്, വ്യക്തമാണ്. അപ്പോൾ ഇടതുമുന്നണി പറയുകയാണെങ്കിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറയുകയാണ് സാധ്യതാ പട്ടികയിലുള്ള തോമസ് മാത്യു. അദ്ദേഹം നേരത്തെയും ഒക്കെ മത്സരിച്ച 2011-ലും മത്സരിച്ച വ്യക്തിയുമാണ്. അപ്പോൾ വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ പ്രസാദ് ഉടുമ്പശ്ശേരി.